നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. നാനോ ടെക്നോളജി മുഖ്യ വിഷയമാക്കിയുള്ള അന്താരാഷ്ട്ര സെമിനാറിന് ആലപ്പുഴ സെന്റ് ജോസഫ്സ് വിമൻസ് കോളേജിൽ തുടക്കമായി. ആലപ്പുഴ രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയുടെ വടക്കൻ മേഖലകളിലെ നീർപക്ഷികളുടെ വാർഷിക കണക്കെടുപ്പ് ഈ മാസം 12-ന് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അരൂർ മുതൽ ആലപ്പുഴ ടൗൺ വരെ തെരഞ്ഞെടുക്കപ്പെട്ട 12 തണ്ണീർത്തടങ്ങളിലാണ് സർവേ സംഘടിപ്പിക്കുന്നത്. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 10-11 തീയതികളിലായി ഹരിപ്പാട് നടക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. കടലിലെ ആവാസ വ്യവസ്ഥയും കടലിലെ മണലും ധാതുസമ്പത്തുകളും കൈക്കലാക്കാനുള്ള കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് PP ചിത്തരഞ്ജൻ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി പാറക്കാടനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പാർട്ടി ചെയർമാൻ PJ ജോസഫ് നാമനിർദ്ദേശം ചെയ്തു. വാർത്തകൾ വിശദമായി. നാനോ ടെക്നോളജി മുഖ്യ വിഷയമാക്കിയുള്ള അന്താരാഷ്ട്ര സെമിനാറിന് ആലപ്പുഴ സെന്റ് ജോസഫ്സ് വിമൻസ് കോളേജിൽ തുടക്കമായി. രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാനോ ടെക്നോളജിയിൽ അന്താരാഷ്ട്ര സെമിനാറിന് സെന്റ് ജോസഫ്സ് കോളേജിൽ തുടക്കമായി. ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റുകളായ ഫിസിക്സ്, ഹോം സയൻസ്, മറ്റ് സയൻസ് ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നത്. സെന്റ് ജോസഫ്സ് കോളേജ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ആലപ്പുഴ രൂപതാ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. The dog delivery of the fruits of science into the poorest shanties. Ready for this challenge, you young guys? Don't leave India so much. ഈ പെൺകുട്ടികളെല്ലാം ഒരു വിദ്യാഭ്യാസം കിട്ടി കഴിഞ്ഞാൽ നാട് വിടാൻ കാത്തിരിക്കുന്ന are not fugitives. Don't be roamers. You should be globe-trotting people. നിങ്ങൾ ലോകം മുഴുവനും ചുറ്റി നടന്നതാണ്. പക്ഷെ നിങ്ങൾ make your home India. Make India shine. Make your nation shine. Our brightness will come when the millions of India have enough food to eat. നാനോ ടെക്നോളജി രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികൾ നേതൃത്വം നൽകുന്ന പേപ്പർ പ്രസന്റേഷനുകൾ, ഗവേഷണ തൽപരരായ വിദ്യാർത്ഥികൾക്കായുള്ള ക്യൂറി പ്രോജക്റ്റ് ഉപകരണങ്ങളുടെ പരിചയപ്പെടുത്തൽ എന്നിവ സെമിനാറിന്റെ ഭാഗമായി നടത്തി. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ K. സേതുരാമൻ മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഉഷ, നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് റീഗോ രാജു, സിസ്റ്റർ ബിൻസി ജോൺ, ഡോക്ടർ ഷാരോൺ, ഡോക്ടർ ഭാഗ്യ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ജനുവരി 11-നാണ് സമാപിക്കുന്നത്. ജില്ലയുടെ വടക്കൻ മേഖലകളിലെ നീർപക്ഷികളുടെ വാർഷിക കണക്കെടുപ്പ് ഈ മാസം 12-ന് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അരൂർ മുതൽ ആലപ്പുഴ ടൗൺ വരെ തെരഞ്ഞെടുക്കപ്പെട്ട 12 തണ്ണീർത്തടങ്ങളിലാണ് സർവേ സംഘടിപ്പിക്കുന്നത്. ജില്ലയുടെ വടക്കൻ മേഖലകളിലെ നീർപക്ഷികളുടെ വാർഷിക കണക്കെടുപ്പ് ഈ മാസം 12-ന് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അരൂർ മുതൽ ആലപ്പുഴ ടൗൺ വരെ തെരഞ്ഞെടുക്കപ്പെട്ട 12 തണ്ണീർത്തടങ്ങളിലാണ് സർവേ സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച്, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ജില്ലയിലെ പക്ഷി നിരീക്ഷകരുടെ കൂട്ടായ്മയായ ബേഡേഴ്സ് എഴുപുന്ന എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സർവേ നടത്തുന്നത്. 12-ന് രാവിലെ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ TS സേവ്യർ തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളിത്തോട് പാടശേഖരത്ത് സർവേയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. ചങ്ങരം, നീണ്ടകര, കണ്ണാട്ടുപാടം, പള്ളിത്തോട്, ചെമ്പകശ്ശേരി, കൊട്ടളപ്പാടം, ഉളവയ്പ്, പെരുമ്പളം, കണ്ണങ്കര, എലഞ്ഞിപ്പാടം, എലിപ്പനം, പള്ളാത്തുരുത്തി എന്നീ സ്ഥലങ്ങളിലായി രാവിലെ 6:30 മുതൽ 10 മണി വരെ പക്ഷി നിരീക്ഷകരുടെയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെയും നേതൃത്വത്തിലാണ് നീർപക്ഷികളുടെ കണക്കെടുപ്പ് നടത്തുന്നതെന്നും അധികൃതർ. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 10, 11, 12 തീയതികളിലായി ഹരിപ്പാട് നടക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 10, 11, 12 തീയതികളിൽ ഹരിപ്പാട് ശബരീസ് കൺവെൻഷൻ സെന്ററിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ
പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, ഡോക്ടർ DM തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, AK ബാലൻ, K രാധാകൃഷ്ണൻ, P രാജീവ്, അഡ്വക്കേറ്റ് CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജി ചെറിയാൻ, KK ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ആലപ്പുഴ അദ്ദേഹം സെക്രട്ടറിയായി വന്ന അന്ന് മുതൽ ഇങ്ങോട്ട് മിക്കവാറും എല്ലാ സമ്മേളനത്തിനും ആ സഹാൻ്റെ സ്ഥാനത്ത് 3 ദിവസം പൂർണ്ണമായി പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു സമ്മേളനത്തിനും അദ്ദേഹം മാറി നിന്നിട്ടില്ല. ചില സമ്മേളനത്തിൽ ഉദ്ഘാടനത്തിന് വന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം SRP ആയിരുന്നു ഉദ്ഘാടനം. എന്നാൽ പൂർണ്ണമായും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. 2 ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്താണ് വരുന്നത്. അതിന് മുമ്പ് നടന്ന സമ്മേളനത്തിലും അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടറിയായി വന്നതിന് ശേഷം, അതിനുശേഷം മുഖ്യമന്ത്രിയായതിനു ശേഷം ആലപ്പുഴ ജില്ലയിലെ എല്ലാ സമ്മേളനത്തിലും കൃത്യമായി പങ്കെടുക്കുന്ന സ്ഥലമാണ്. ഇത്തവണയും പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ഈ ജില്ലാ സമ്മേളനം പ്രതിനിധി സമ്മേളനത്തിൽ 15 ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 361 പ്രതിനിധികളും 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 407 പേർ പങ്കെടുക്കും. പൊതുസമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാക വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും R നാസർ, ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് K പ്രസാദിന് കൈമാറും. പ്രതിനിധി സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാക ചെങ്ങന്നൂർ വെൺമണി ചാത്തൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും അഡ്വക്കേറ്റ് CS സുജാത, ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് G ഹരിശങ്കറിനെ ഏൽപ്പിക്കും. കൊടിമരം കള്ളിക്കോട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും CB ചന്ദ്രബാബു, ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് KH ബാബുജാനെ ഏൽപ്പിക്കും. ജാഥകൾ കടന്നുവരുന്ന വഴികളിൽ ബഹുജനങ്ങൾ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 6 മണിക്ക് ഹരിപ്പാട് മാധവ ജംഗ്ഷനിലുള്ള സീതാറാം യെച്ചൂരി നഗറിൽ എത്തിച്ചേരും. പതാകകളും കൊടിമരവും സ്വാഗത സംഘം ജനറൽ കൺവീനർ M സത്യപാലൻ ഏറ്റുവാങ്ങും. സ്വാഗത സംഘം ചെയർമാൻ TK ദേവകുമാർ പതാക ഉയർത്തുമെന്നും R നാസർ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടലിന്റെ ആവാസ വ്യവസ്ഥയെയും കടലിലെ മണലും ധാതുസമ്പത്തുകളും കൈക്കലാക്കാനുള്ള കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കടലിന്റെ ആവാസ വ്യവസ്ഥയെയും കടലിലെ മണലും ധാതുസമ്പത്തുകളും കൈക്കലാക്കാനുള്ള കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 11-ന് പ്രതിഷേധ സൂചകമായി കൊച്ചിയിൽ സമരം നടത്തുവാനും ജനുവരി 17-ന് സംസ്ഥാനത്തെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിലും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. തുടർന്ന് ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിലായി രാജ്ഭവന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു. കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ കടലിനെ സർവനാശത്തിലേക്ക് നയിക്കാൻ പോകുന്ന ധാതു ഖനനം, അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ 11-ാം തീയതി കൊച്ചിയിൽ വെച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇതിനാവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു മീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പത്രപരസ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഖനനം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേന്ദ്ര ഗവൺമെൻറ്റിൽ ബന്ധപ്പെടുകയും മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ബ്ലൂ ഇക്കോണമി നയം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും പദ്ധതി നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നതായും MLA കൂട്ടിച്ചേർത്തു. കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ സെക്രട്ടറി C ശ്യാംജിയും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി പാറക്കാടിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പാർട്ടി ചെയർമാൻ PJ ജോസഫ് നാമനിർദ്ദേശം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി പാറക്കാടിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ PJ ജോസഫ് നാമനിർദ്ദേശം ചെയ്തു. കേരള വിദ്യാർത്ഥി കോൺഗ്രസ്, കേരള യൂത്ത് ഫ്രണ്ട്, കേരള കർഷക യൂണിയൻ എന്നീ സംഘടനകളുടെ പ്രാരംഭകാല പ്രവർത്തകനും സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളുമാണ് ബേബി പാറക്കാടൻ. KSRTCയിലെ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ബേബി പാറക്കാടൻ. നിലവിൽ പെൻഷൻ സംഘടനയുടെ നേതൃപ്രവർത്തകനാണ്. ഗാന്ധിയൻ ദർശനവേദി, കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതി, കുട്ടനാടൻ സാംസ്കാരിക വേദി തുടങ്ങി നിരവധി സാംസ്കാരിക സംഘടനകളുടെ സംസ്ഥാന നേതാവായും ഇപ്പോൾ ബേബി പാറക്കാടൻ പ്രവർത്തിച്ചു വരുന്നു.
ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാനോ ടെക്നോളജി മുഖ്യ വിഷയമാക്കിയുള്ള അന്താരാഷ്ട്ര സെമിനാറിന് ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് വിമൻസ് കോളേജിൽ തുടക്കമായി. ആലപ്പുഴ രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയുടെ വടക്കൻ മേഖലകളിലെ നീർപക്ഷികളുടെ വാർഷിക കണക്കെടുപ്പ് ഈ മാസം 12-ന് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അരൂർ മുതൽ ആലപ്പുഴ ടൗൺ വരെ തെരഞ്ഞെടുക്കപ്പെട്ട 12 തണ്ണീർത്തടങ്ങളിലാണ് സർവേ സംഘടിപ്പിക്കുന്നത്. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 10-11 തീയതികളിലായി ഹരിപ്പാട് നടക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. കടലിലെ ആവാസ വ്യവസ്ഥയും കടലിലെ മണലും ധാതുസമ്പത്തുകളും കൈക്കലാക്കാനുള്ള കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് PP ചിത്തരഞ്ജൻ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി പാറക്കാടനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പാർട്ടി ചെയർമാൻ PJ ജോസഫ് നാമനിർദ്ദേശം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.